ഹലോ കുട്ടികളെ പേരെന്താ? ഹലോ ഗേൾസ്, ആ പേരെന്താ? ഹലോ കുട്ടി പേരെന്താ? ഹലോ പേരെന്താ? ഓ കണ്ണാപ്പി ഞാനാ ലോറ ലോറ. ആ ലോറയാണോ? മറ്റേ സാത്താന്റെ എക്സ് ഗേൾ ഫ്രണ്ട് സൂണാവാൻ പോകുന്നത്. അതെ എടാ ഇച്ചിരി സ്ലോ മോഷനിലേക്ക് പോയി. ഇതിലേതാ വീട്? മാസാന്ന് അവന്മാരെ എഴുതി വെച്ചാൽ മതിയോ? അവന്മാർ അടി കണ്ടിട്ട് നമ്മളല്ലേ പറയണ്ടേ? കുറുപ്പിണി അവന് സ്വന്തമായിട്ട് വീടൊക്കെ ആണോ? തൂറാത്ത തൂറുമ്പോ തീട്ടം കൊണ്ടാട്ട് അല്ല ചുമ്മാ ചുമ്മാ അടി അവനൊക്കെ മര്യാദക്ക് ഇപ്പൊ നിക്കുന്നേ. ഇതൊന്ന് പുലിയാണോ? സിംഹം സിംഹം അതല്ലേ ചോദിച്ച പുലിയാണോന്ന്? പിന്നെ എലിയാണോ? എടാ പുലി വേറെ സിംഹം വേറെ. അങ്ങനൊന്നും ഇല്ല. ഒണ്ടറാ എടാ പുലിക്ക് ഇച്ചിരി പ്രായമായി താടി വളർന്ന സിംഹം. ഓ ആ മൊട്ടയും ഉണ്ടല്ലോ. ചെയ്തുകൊണ്ടോ അവിടെ പപ്പടം ഉണ്ട്, ജോപ്പൻ ഉണ്ടെന്നോ. ചൂപ്പനോ? ചൂപ്പൻ ഓ ജോപ്പൻ. എടി ഇവരെ വണ്ടി കൊള്ളാം കേട്ടോ. കൊള്ളൂല, ആവറേജ്. ഓ ഇവന്മാരെന്താ മൂത്തപ്പാന്ന് പേരിട്ടേക്കുന്നത്? എല്ലാത്തിലും ഉണ്ട് മൂത്തപ്പ. മൂത്ത അപ്പം ഇനി അധികം. ഹലോ, ഇത് മറ്റേ എന്റെ അഞ്ച് കുലുക്കി സർവത്ത് ജീവിച്ച ഭൂമിയല്ലേ? എന്റെ അവതാരിയാണ് ഇതിന്റെ ജീവിതം. ജീവിച്ചു തീർക്കണി എസ് ആർ കളിയാവാ. അല്ലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പുറത്ത് കുറുപ്പിടനീനൊക്കെ ചോദിച്ചേക്കുന്ന ഇതാണോ അവന്മാരുടെ വീട്? ആ ഇതാരെ മാസത്തിലുള്ള ആളാണോ? കൊലിഡറോ? കൂളോ? ഡൂഡ് ഗ്യാങ് മാറി എന്റെ ഇടയ്ക്ക്. ഇതേതാ പേരെന്തുവാ? ആ ഡൂഡ് ഡൂഡ് വേറെ, പുള്ളി വേറെ. ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ എന്താ? അവരെയൊക്കെ കാണണ്ടേ? സ്ലോ മോഷനിൽ പോയാ മതി. നമ്മളകത്ത് 10-12 പേരുണ്ടെങ്കിലും എന്താ ഗ്യാങ്ങോസൊക്കെ അടിക്കാൻ കണ്ണാപ്പിക്ക് അന്ന് ഇന്നൊരു പണിയില്ല. അല്ലെ ഇവിടുന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഇംപ്രഷൻ പോകും. നമുക്ക് പെതുക്കെ ഇറങ്ങി പോവാം. അല്ലെ ഇംപ്രഷൻ പോയി. താഴെ ഇറങ്ങണേ. ആ ഞാൻ സിറ്റി കയറിയിട്ട് ജസ്റ്റ് ഒരു 3 ആഴ്ച ആയിട്ടുള്ളൂ. ഹലോ എന്തൊക്കെയുണ്ട്? അല്ല നമ്മളെ ഈ ഗ്യാങ് ഒക്കെ ഇത്ര വലിയ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ഒന്ന് വിളിക്കാം. ടി വിക്ക് ഇൻവിറ്റേഷൻ ഒക്കെ തരാം. ആരെ വിളിച്ചേ? ടി വിയിലെ മെയിൻ ഞാനെന്നാ അറിയത്തില്ല. എന്നെ വിളിച്ചോ? അല്ല 6:30 പറഞ്ഞ കാര്യമില്ല. ഇത് എന്നെ വിളിക്കണ്ടേ? സേതു അമ്പത്തൂരിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലേ? അടിക്കാൻ പോയ പയ്യനുണ്ടല്ലോ, അവൻ അടിച്ചു വന്നപ്പോ ലേറ്റ് ആയി പോയി. സേതു എന്താ മുണ്ടെടുക്കാത്ത? ആ സ്റ്റൈലങ്ങ് ഇച്ചിരി കുറവുണ്ട്, മുണ്ടില്ലാത്തോണ്ട്. ഉങ്ക സ്റ്റൈല് അഴകും ഉണ്ണെ വിട്ട് എങ്കും പോവാതെ. പിന്നെ എന്ത് മാസത്തില് ബാക്കി മെമ്പേഴ്സ് ഒക്കെ എന്തേ? സ്കെച്ചൊക്കെ എവിടെ? സ്കെച്ച് ജോപ്പൻ പിന്നെ ജോഷുവ എല്ലാം ഉണ്ട്. ഈ ഒരു വട്ടത്തിൽ എല്ലാവരും ഉണ്ട്. ഉണ്ടോ? ജോഷു എന്താടാ? പിന്നെ എന്നാ ഉണ്ട്? അറിയാ സുഖമായിട്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, ഞങ്ങൾക്ക് കൊള്ളാം. നിങ്ങള് പുറത്തെന്തോ 2 വീടും കൂടെ വെച്ചേക്കുന്നത് കുറുപ്പിടനി എന്നൊക്കെ പറഞ്ഞ്.
എടാ പപ്പു ഉണ്ടോ? പപ്പു ഇടല്ലോ പപ്പു. വണ്ടി കൊള്ളാലോ നിന്റെ ജീപ്പ് കൊള്ളാൻ കേട്ടോ. എന്താടാ പപ്പു മനുഷ്യനിൽ നിന്ന് കുണ്ണയിലോട്ട് മാറിയാളാ പപ്പു? കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ആടാ ആടാ തന്തയില്ലാത്തവനെ മാറി നീ. വലിയ ആളായില്ലടാ, വലിയ ആളായില്ലടാ, വലിയ ആളായി. പിള്ളേരെ അളിയ പറയലേ വാസുണ്ണോ? വാസുണ്ണാണെങ്കിൽ ഇന്ന് ഇവിടെ ഇല്ല, സിറ്റി ഇല്ല. അയ്യോ അത് ഞാൻ ഒരു ഉദ്ഘാടനം കൂടെ ഉണ്ട്. വാസുണ്ണൂടെ വന്നിട്ട് നമുക്ക് കാണാൻ വരാം. അണ്ണനെ കൊണ്ട് കാണാൻ വരാം. വാസുണ്ണ ഇന്ന് ഇച്ചിരി തിരക്കാണ്, അപ്പൊ നാളത്തേക്ക് മിക്കവാറും വരും. ഇപ്പൊ അറിയാലോ സേതര്, ഇപ്പൊ അണ്ണൻ വാസുണ്ണ ഇല്ലേ, അടുത്ത അണ്ണനായിട്ട് ഞാനേ ഉള്ളേ. സേതുവേ അളിയാ യുദ്ധമാക്കണോ? നമ്മളോട് യുദ്ധമാക്കണ പഴയ കണ്ണ വെച്ച് കലിപ്പ. മാസത്തില് പുതിയ മെമ്പേഴ്സ് അല്ലേ ഇറങ്ങിയ? കേറിയ എന്താ പേരെന്താ? പണ്ടത്തെ വക്രിയാണോ? വക്രിക്കോട്ടെ വക്രിക്കോട്ടെ. പിന്നെ പിന്നെ എങ്ങനെയുണ്ട് ഗ്യാങ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നളിയാ? പണ്ടൊക്കെ ആയോ? കൊള്ളാൻ കേട്ടോ അളിയാ, അളിയാ നല്ല ഗ്യാങ്സ് അളിയാ. ഒരു പെട്ടെന്ന് നോക്കുമ്പോ ഒരു നല്ലൊരു വൈബുണ്ട് ഗ്യാങ് ഹൗസ്. നമ്മൾ ഈ ബാക്ക് സൈഡ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നേ പെട്ടെന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ബാക്ക് സൈഡ് ഇല്ലേ? അത് ഇവിടെ ഈ ഒരു ഇത്ര സ്പേഷ്യൽ ഏരിയ ഇല്ലെങ്കിൽ മറ്റേ ഈ ഒരു നിലയില്ലേ, അതേ കണക്കുണ്ട്. കാണിച്ചേ ഞാൻ ഗ്യാങ് ഹൗസ് കണ്ടില്ല. എടാ പപ്പു തന്തയില്ലാത്തവനാടാ. ഇവിടൊക്കെ ഇത്രയൊക്കെ ഉള്ളു. ഇവിടെ പിന്നെ കുറെ ഏരിയ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടെ ഹെലിപ്പാഡ് എവിടായിരുന്നു? ഓ ഇത് നൈസ് കേട്ടാ. ഇതെന്തിന് ചെറിയൊരു മീറ്റിംഗ് റൂമും. എടാ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞോന്ന് പറഞ്ഞൊരു കാര്യമല്ലേ ഈ മൂത്തപ്പ എന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനാ എല്ലാത്തിനും പേരിടുന്നേ? നമ്മുടെ വല്യപ്പൂപ്പന്മാര് മനസ്സിലായോ? ഓ എന്നിട്ട് വല്യപ്പൂപ്പന്റെ പേരെന്താ? വല്യപ്പൂപ്പന്റെ പേര് മൂത്താപ്പ. ഓ അങ്ങനെയാണോ? മൂത്താപ്പാന്നാണോ പുള്ളിയുടെ പേര്? നമ്മള് മൂത്താപ്പാന്നാ വിളിക്കാറ്. ഓക്കെ ഓക്കെ. എടാ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് സ്ഥലം കാണുന്നില്ല. സ്ഥലം കാണുന്നില്ലേ? ഇത് മറ്റേ ഇക്രൂമാനാണോ മറ്റേ നിങ്ങളെ? ആ എടാ സുഖാണോടാ? ഓ സുഖം സുഖം. ഓ നിന്നെ കണ്ടിട്ട് കൊറേ ആയി കേട്ടോ. ഇല്ല ഇവിടെ അങ്ങനെ കേറാറില്ല ഇപ്പൊ. ആ എന്തായാലും നന്നായി. അല്ല മാസത്തിനിപ്പോ ഒരു സ്വസ്ഥത ഉണ്ടേ, ഇടക്കിടക്ക് വള്ളി വരുന്നില്ലെന്ന്. ആ അതായത് കൊള്ളാളി ഏതായാലും സെറ്റ്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് കണ്ണു പോകുന്നുണ്ട് കേട്ടാ. ഇടയ്ക്ക് ആ ശരി ഫ്രണ്ടിലോട്ട് നോക്കുമ്പോ പോകത്തുള്ളൂ, ബാക്കിലോട്ട് നോക്കുമ്പോഴാ പോകുന്നത്. ആ പക്ഷെ കൊഴപ്പൊന്നുമില്ല. പിന്നെ ഈ പപ്പുവിനെ പോലെ കുണ്ണയൊക്കെ ഇല്ലേ? അവനെ മൈദ അളിയാ, ഞാൻ പറയാ അളിയാ അവനെ മൈദന്ന് വിളിക്കല്ലേ പറഞ്ഞേക്കുവാ. അല്ലെ നിന്നെ അങ്ങനെ വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെടുവോ? ഈ റേഡിയോയിലെ പേര് പോലെ അതല്ലേ അളിയാ അതൊക്കെ ഇപ്പൊ അത് മാറ്റിയില്ലേ? അതെ സേത് ഗ്യാങ് ഹൗസിനെ കാട്ടി കൂടുതൽ കസേരയാണല്ലോ അളിയാ. അതാണല്ലോ അളിയാ മെയിൻ. നമുക്ക് ഇരിക്കണ്ടേ ഏത്? ഓ അതത്രേ ഉള്ളു അളിയാ, അതത്രേ ഉള്ളു. നമുക്ക് ചന്തി ഉറപ്പിക്കാൻ പറ്റുന്ന കസേരയല്ലേ ഉള്ളു അളിയാ. ഗ്യാങ് ഹൗസ് കുറച്ചും ബാക്കി 90 കസേര. ശരിക്കും ഷോക്കടിക്കും. നമ്മളെ കൊണ്ടുവരാനുള്ള ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നീ വേറെ റൂമിൽ അളിയാ ഇതൊക്കെ ഇതിലെ കൊച്ചു പിള്ളേരോട് പറ. അപ്പോഴെ ഇറങ്ങി കാണിക്കും.
പപ്പു കളിയാ പപ്പു കളിയാ നമുക്ക് എല്ലാം കാണാം. എന്തിനൊക്കെ കാണാം. അല്ലെ സേതു ഹീലബിൾസ് വല്ലതും ഉണ്ടോ കളിയാ? ആർക്കെങ്കിലും ഹീലബിൾസ് ഉണ്ടോടാ? ഹീലബിൾസ് മതിയോ? ഇത് ഹീൽ ചെയ്യണം. ഇത് ഷോക്ക് അടിച്ചു പോയി. ഞാൻ കാരി ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ടാ അവൻ ചത്തു വേടാ. അളിയെ മരിക്കുമ്പോ കണ്ണടയും കേട്ടാ. GTA അത്ര റിയലിസ്റ്റിക് ആയി. സംഭവം B3 വന്നോടെ ഇപ്പൊ മരിക്കുമ്പോ കണ്ണടയും കേട്ടോ. അത്ര റിയലിസ്റ്റിക് ആയി. ആ വാ കുറച്ച് വലുതായടാ സാർക്കെ. ഇതിപ്പോ എങ്ങനെ എടുത്തോണ്ട് പോവും? അതെന്തിനും എടുത്തോണ്ട് പോണേ. അളിയാ അക്സെപ്റ്റ് ചെയ്യ്. മറ്റേ ഗ്യാങ്സിൽ ഇതുണ്ട്. അളി ഇത് എങ്ങനെ മേളിലോട്ട് കയറുന്നേ? അങ്ങോട്ട് കേട്ടാ നീ കേട്ടാ. ആ ഓക്കെ. ആ സെറ്റ് സെറ്റ്. എന്താ നിനക്ക് വല്ലാത്ത പ്രശ്നമല്ലേ കണ്ണാപ്പി? അളിയ വിഷയം ഗ്യാങ് അളിയാ ചെയ്തെന്തേ സത്യം സത്യം. വരുമ്പോ പറഞ്ഞു കേട്ടാ. എന്തെങ്കിലും തിന്നാൻ വേണ്ടി പറ. ഏതോളിയാ വിഷയം ഗ്യാങ് കേട്ടോ. വിഷയം ഗ്യാങ് കൊള്ളാം. ഞാൻ എന്തായാലും നാളെ വാസണ്ണെ കൂട്ടി ഒന്ന് ഒരു ഹോം ടൂർ നടത്താം. അളിയാ ജാസ്തി പറഞ്ഞ ഇന്ന് സിറ്റി കേറത്തില്ലായിരുന്നു അളിയാ. ഞാൻ ഇന്ന് കേറി തന്നെ നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഉദ്ഘാടനം ഉള്ളതുകൊണ്ടാ. പിന്നെ നമ്മളെ ചുമ്മാ കള്ളമാണ്. ചെയ്തെന്ന് പറഞ്ഞ കളിയാ. നമ്മളെന്തൊക്കെ അടി പഴക്കമൊക്കെ ആയാലും കളിയാ അതൊരു ലിമിറ്റ് വരെ ഉള്ളു. മനസ്സിലായോ? ആ അതൊക്കെ അത്ര ഉള്ളു. പിന്നെ മാസമായിട്ട് നമ്മളെ അടിയായാലും നമുക്ക് ലിമിറ്റ് വരെ ഉള്ളു. ചെറുതായിട്ട് പപ്പുവിനെ കുണ്ണേന്നൊക്കെ വിളിച്ചെന്നിരിക്കും. എടാ നീക വന്നോടാ. ഇതാര് നീകനാ? എടാ നീക നമ്മുടെ പപ്പുടാ പപ്പു. എടാ നീക കേക്കുന്നില്ല കളിയാ. ഉമ്മയാണ് കേട്ടാ. ആള് മൈക്ക് മാറി കിടക്കുന്നു. ഹലോ ആ കേക്കാളിയാ കേക്കാളിയാ. എടാ നീയുടെ പപ്പുവിനെ കണ്ട സന്തോഷല്ല, നീയുടെ സ്വന്തം പപ്പയെ കണ്ട സന്തോഷമാണ് കേട്ടോ അത്. എടാ അവൻ ഈ ഗാങ്ങില്ല. പിന്നെ അത് അവൻ മാസിക്കാറുണ്ടേ. ആ പൊങ്ങി 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 വരുത്തും പൊങ്ങി കേട്ടാ. ഇത് മാസിന്റെ ഗ്യാങ്സ് ആണ്. നിന്റെ ഗ്യാങ് ഹൗസ് ആണെന്ന് വിചാരിച്ചോ? കുത്തല് കുത്തല് ചത്തു. ഇവനങ്ങ് വേറെ എടുത്താന്നോ? എടാ നീകന്റെ സന്തോഷം കണ്ടായിരുന്നോടാ? എടാ എന്നുവെച്ചാ ഒരു പപ്പയെ കിട്ടിയ സന്തോഷമായിരുന്നു പപ്പുവിനെ കണ്ടപ്പോ. എടാ ഇവനിപ്പൊ കൊന്ന ഇവനാരും പൊക്കോ? അല്ലല്ല പൊക്കൂല പൊക്കൂല. ഒറ്റ ആണല്ലേ? എന്നാ താളം വിടുമ്പോ എന്റെ കയ്യിൽ എന്താ കളി ഇങ്ങനെ ഗ്ലാസ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ? എടാ പുതിയ സ്റ്റൈൽ ജിയാ ഇല്ല ആളെ കൊള്ളൂല. ആളെയാ സത്യമായിട്ടും കൊള്ളൂല. എടാ അവന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ ഒന്നും കൂടി നീതി കാര്യം മാറ്റി. ഹെയർ സ്റ്റൈലിനെ പറ്റി ഒന്ന് 2 വാക്ക് പറഞ്ഞോട്. ഞാൻ പറയട്ടെ നിന്റെ ഐഡന്റിറ്റി പഴയ ഇറച്ചിയാണ്. ഇത് വാണത്തെ കണക്കുണ്ട്. കണ്ട വാണമാണോടാ? അത് പറയണ്ടടാ, എഴുതി വെച്ചിട്ടുണ്ട് മുഖത്ത്. മാറ്റാനായിട്ട് എടാ നിന്നെ എടാ വാണപ്പാ, നിന്നെ സിറ്റിയിലുള്ളവന്മാര് വാണപ്പാന്ന് വിളിക്കുന്ന ഒരു കാലം വരുവാടാ. അത് ചാവൂലി കുണ്ണ അടിഞ്ഞാടാ നിന്നെ മരണം. കുണ്ണ അടിഞ്ഞ് എന്റെ നമ്പര് മര്യാദക്ക് വേണം. മനസ്സിലായോ? കണ്ണ് കണ്ണും വേണം സംസാരിക്കാൻ. നമ്പർ അല്ല ID 1175.
എടാ ഇത് ഇപ്പൊ കൂടെ ചേർത്തും എടാ ഈ കത്തിക്ക് പവർ കൂട്ടിയിട അവര് അവര് അറ്റാച്ച് ഉള്ളായിരുന്നുള്ളൂ. ഹെൽത്തും ആർമറും ചത്തിട്ട് പൊങ്ങിയതാ. ചെയ്ത് പറ. ഇടി വന്നത് പോലെ പൊങ്ങിയതാ. എടാ എന്ത് ദൈവത്തിന് വിളിച്ചടാ എന്റെ പടിയാണല്ലോ ദൈവമൊക്കെ. ആരിലോ ഇട്ടാ ഇവൻ പെലഞ്ഞ അവനെ ഞാൻ കൊന്നു അവനെ താളം വീഴുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇവൻ തറയാണ് ഇവൻ തറ ലോക തറ. പിന്നെ ബോധം കിട്ടണു. ഇങ്ങനെ ചോര കണ്ടു ചെയ്തു ഫൈനലി. കണ്ണ് വാങ്ങിയോ? ഇല്ല രണ്ടൊന്നും വാങ്ങില്ല. അങ്ങോട്ടെ 5 ഗോളോടെ ഉള്ളു അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ചോര കണ്ടു ഞങ്ങളെ അതും കണ്ണാപ്പി എന്റെ ചോര കാണിച്ചായി. നല്ല ഐശ്വര്യായിരിക്കും. വെച്ചടി കുറച്ച് ചാക്കിലേക്ക് കൊണ്ടോ സാധനം ഉണ്ടെന്നില്ല, അതിലേക്ക് ഇതിനകത്തേക്ക് എടുത്തിട്ടേ അതിനെ കുറച്ച് ഫുഡ് കൊണ്ടോ വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കണ്ണാപ്പിയുടെ ചോരയില തുടക്കം. കണ്ണാ ഫുഡ് കഴിച്ചോ? അപ്പോ ഫുഡൊന്നും കഴിച്ചില്ലടി. എടാ തന്തയില്ലാത്തവനെ SRK നിന്ന് തല മുഴുക്കാൻ പൊക്കാൻ നോക്കണ. ഇതെന്താണ് എടാ EMS ഇല്ല ഇവിടെ? വേണ്ട അവന്മാർക്ക് നീ വണ്ടി കയറ്. അത് നമുക്ക് ഇതാക്കാം. നമുക്ക് ഇവരെ കുഴിച്ചിടാം. ഇല്ല ക്യാരക്ടറിന്റെ വാ കണ്ണെന്നുള്ള ക്യാരക്ടറിന് വേണ്ട വാ. ഇനിയും പുതിയ ക്യാരക്ടറിൽ വരട്ടെ. ഹലോ ആണോ? നമുക്ക് ഈ ക്യാരക്ടർ അങ്ങ് എൻഡ് ചെയ്യടാ. ഇനി വേണ്ട. നീ ഈ ചിതയിലൊക്കെ ഇടാ. ഇതോടെ നീ എന്റാണ്, മനസ്സിലായില്ലേ? ഇനി ഇതോടെ നീ കുഴിഞ്ഞിരുന്ന് സ്വന്തം സാധനം കടിക്കടാ. ഇതിലും വേദാതാ മനസ്സിലായ? കുഴിഞ്ഞിരുന്നേ എടാ ശരിയായില്ലേ? ഞാൻ റെഡിയാ, ഞാൻ പൊങ്ങി. പിന്നെ ഒരാളുണ്ട് കിടക്കുന്നു. അവൻ പൊങ്ങിയില്ലേ? ഇവനെ പൊക്കാൻ വേണ്ടി ഇല്ലല്ല അത് പൊക്കിക്കോളൂ. തനി പോയിക്കോളാം. ഇരിക്കുന്നൊക്കെ അവൻ ചിതാപശ്മി എന്താടാ? എന്റെ കയ്യിലൊക്കെ അപ്പൊ അളിയാ ഞങ്ങള് പോയിട്ട് വരട്ടെ. കുറുപ്പിനെയൊക്കെ തിരക്കിന്ന് പറയണേ. കുറുപ്പുണ്ട്, അതുകൊണ്ട് താഴെ ഉണ്ട്. എന്ത് കുറുപ്പന്റെ? ഞാൻ സംസാരിച്ചില്ലല്ലോ. നീല അളിയാ കുറുപ്പേ. ഇത് കുറുപ്പല്ലേ? നീലനാണല്ലേ? ആ അളിയാ കുറുപ്പേ. എന്താ അളിയാ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തതിനൊക്കെ? അളിയാ നിന്റെ നമ്പർ പറയാ. അളിയാ എന്റെ നമ്പർ 3070. അളിയാ മൊബൈൽ നമ്പർ അല്ല. ആ പിന്നെന്താ 1185 അളിയാ. 1185. അളിയാ നിന്നൊക്കെ അളിയാ ഇനി പ്രത്യേക സ്നേഹം ഒരെണ്ണം എക്സ്ട്രാ അളിയാ. അളിയാ താങ്ക് യു അളിയാ നിന്നെ തിരക്കിയായിരുന്നു കേട്ടോ. നിന്നെ കണ്ടില്ല കുറുപ്പേ. ഇവൻ ഇതൊന്നും കൊടുക്കില്ല. ഇവൻ ഇത് തന്നെ കുടിച്ചിട്ട് നിന്റെ നെഞ്ചത്തോട്ട് കയറി വരും. പറയാറുണ്ടോ? സംശയമുണ്ടോ? അത് സംശയം അളിയാ ഇത് മറ്റേ കുറുപ്പളിയാ നമ്മടെ പഴയ പണ്ടത്തെ കുറുപ്പ് ഓർമ്മയില്ലേ നിനക്ക്? ഗേറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇതൊന്നും അല്ലായിരിക്കും. അളിയാ പണ്ടത്തെ കുറുപ്പ് ഓർമ്മയില്ലേ അളിയാ? നമ്മടെ മറ്റേ കുറുപ്പ് വന്നടാ കുറുപ്പ് വന്നടാ. ഇങ്ങനെ നമുക്ക് അറിയാൻ വേറെ ഞാൻ ഒതുങ്ങിയ ഞാൻ ഡീസന്റടാ. പിന്നെ അളിയാ കുറുപ്പളിയാ അളിയാ നമ്മടെ ബോബോയി തിരക്കിന്ന് പറയാൻ പറഞ്ഞിട്ടാ. ബോബോയ് കുറച്ചുകളായിട്ട് അറിയാലോ ഇവിടെ ഇല്ല. അവൻ ഇവിടെ ഇല്ല. ഇച്ചിരി ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. എന്തേലും വരും. അവൻ ഇടയ്ക്കൊരു ബിസിനസ് തുടങ്ങി, അത് പാളിപ്പോയി. പാർട്ട്ണർ ഞാൻ ഇങ്ങനെ വരുന്നു, അതുകൊണ്ട് 8 വില പൊട്ടി. അപ്പൊ അവൻ അതിന്റെ ഡിപ്രഷനിൽ അവൻ പോയി. അപ്പൊ അളിയെ ചെയ്തോളിയെ കുറിപ്പ് അളിയെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പപ്പു
എടാ ഇപ്പഴാ അധികം വിളിക്കുള്ളൂ മനസ്സിലായില്ലേ പുറത്ത് അപ്പൊ അളിയാ ബബ്ബു എടാ നമുക്കൊരു വള്ളിയൊക്കെ പിടിക്കാൻ കേട്ടോ പോട്ടേ അപ്പൊ അളിയാ പോട്ടേ എല്ലാവരും സെറ്റാറ്റ കേട്ടോ ആ ഓക്കെ അളിയാ SRK വാടാ ഉമ്മരാ കണ്ട ഇങ്ങോട്ട് ഇപ്പൊ നീ അളിയാ ഗുളിയാന്നൊക്കെ വിളിക്കും കുറച്ച് കഴിയുമ്പോണ്ടല്ലോ അളിയാ അതൊക്കെ എടാ ഇവരെയാണ് അളിയാന്നൊക്കെ വിളിക്കത്തുള്ളൂ എന്തൊക്കെ വള്ളിയായിരുന്നു അളിയാ ശരി നിനക്ക് പിന്നെ ഒറ്റ വാക്കലേ ഉള്ളൂ എടാ മറ്റേ ലെവലില്ല കുറുപ്പെന്ന് പറഞ്ഞ പണ്ട് ബോബോടെ ഇത് പിസ്റ്റലിന് അടികൊണ്ട് മരിച്ചവനാ ആ വണ്ടി എടുത്തരാ എന്തൊരു നിനക്ക് പ്രശ്നം ആ കേറ് ഇനി മൂത്തപ്പേട വണ്ടി ഇത് മാറാവേ ഇത് അമ്മ പ്രശ്നമാക്കും അമ്മ ഇത്ര നേരമായിട്ട് ചോദിക്കാൻ വരുന്നുണ്ടോ നോക്കണേ ഇല്ല നമ്മള് വരത്തില്ല ഇന്ന് വരത്തില്ല ഇന്ന് ഇല്ല വരത്തില്ല ഇത് കൊള്ളത്തില്ലേ നമുക്ക് കുടുംബസ്വത്വം എടുത്തത് ഒരു ജാങ് വണ്ടിയല്ലേ എടുത്തത് അളിയ പിന്നെ കുടുംബസ്വത്തല്ലേ ഇത് കണ്ണപ്പി ഇതിനെന്താണ് 70 ഉള്ളടാ സ്പീഡ് ഇതെന്താണ് 7 വണ്ടി ഒളിയാ ഇതെന്താ സത്യം ഇതെന്താ ഇങ്ങനെ സ്പീഡ് ഇതെന്താ ഇങ്ങനത്തെ ഇത് ഓഫ് റോഡ് ആണോ അളി ഈ മല കയറി നോക്കിയേ ഇവിടെ തോന്നുന്നു ഓ അളിയാ ഇതെന്ത് ഇത് പ്രോപ്പർ ഓഫ് റോഡർ ഇത് മല കയറ്റാൻ വേണ്ടി ഒരു എന്താ കുത്തനെ കേറുന്നുണ്ടാ കുത്തനെ കയറുന്നുണ്ട് ഇവിടെ കുത്തനെ മലയാണത് സ്പീഡ് ഇല്ല ഇത് ബഗ്ഗെന്തോണ് അല്ലല്ല ഹാൻഡ്ലിങ്ങിലൊന്നും ബഗ് നമ്മളൊരു പയ്യനെ എടുത്തില്ല കേട്ടോ അവിടെ SRK എവിടെ ഇത് ഗ്യാങ് വണ്ടിയൊന്നല്ല ഇത് കുറുപ്പിന്റെ വണ്ടിയാ ഞാൻ വന്ന് ചോദിക്കാൻ വരും നാളെ ഓ അവനതോ ഫോളോ ചെയ്ത് വരുന്നത് ഇത് വിഷയം വണ്ടിയാ നീ അത് പോയതുണ്ടാ ഇതിന്റെ മണ്ടക്കൂടെ ഇറക്കാം തേങ്ങ കൊല്ലാണ് അത് ജമ്പായി പോയതാണ് നോക്കുന്നേ ഇതെന്താ ആ അതല്ലേ അപ്പൊ സ്പീഡ് കുറച്ചിറക്കിയത് SRK എവിടെ ഗ്യാങ്സിന്റെ പുറത്തോട്ടാ SRK അവര് തടങ്കിലാക്കി തോന്നട്ടാ ആ കൊച്ചിനെ ഇടിച്ചിടല്ലേ കണ്ണാപ്പി നിനക്ക് കരക്കുന്നുണ്ടല്ലോ കണ്ടോമാരുടെ ആണ്ടി കൊല്ലാൻ പറ്റൂടാ അല്ലെ നമ്മള് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയല്ലേ കുറുപ്പിന് വണ്ടി എടാ SRK നീ വണ്ടി വാ എടാ ഇത് കേറ് ദേ ഇത് എടാ SRK ഈ വണ്ടി വന്ന് കേറാ നമുക്ക് ഒരിടത്ത് പോകാനുണ്ട് നിന്റെ